അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. APS1 ഒഹിബുൽ ഇസ്ലാം മാർച്ച് 2025 ആനുവൽ ഇവാലുവേഷൻ കൊല്ല പരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാധാരണ പോലെ തന്നെ രണ്ട് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒന്ന് റിട്ടൺ എക്സാമും ഒന്ന് ഓറൽ എക്സാമും. 50 മാർക്കിനാണ് മൊത്തത്തിൽ 2 മണിക്കൂർ. അപ്പോൾ അത് നമ്മൾ റിട്ടൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് നുലാഹിലു വനക്തുബു, നല്ല വായിച്ച് നോക്കുക, പിന്നെ എന്നിട്ട് എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ വിട്ട ഭാഗം എന്താക്കാം, നമ്മൾ എഴുതി കൊടുക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യന് ആദ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടാണ്. ആദ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ച ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അബുൽ ബഷറാണ്. അബുൽ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പിതാവാണ്, എല്ലാ മനുഷ്യരുടെ ഉപ്പയാണ്. അപ്പോൾ ആദ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള വേറൊരു പോയിന്റ് എഴുതണം. പേജ് നമ്പർ 45 ആദ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അബുൽ ബഷറാണ്, മനുഷ്യരുടെ പിതാവാണ്, അവ്വലുൽ അംബിയ ആണ്, ആദ്യത്തെ നബിയാണ് എന്നർത്ഥം. ഫിൽ ജന്ന, സ്വർഗത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അല്ലിമു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ടീച്ചറാണ്. അതെ, അള്ളാഹുവിൽ നിന്ന് ഉള്ള ഒരു ടീച്ചറാണ്. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അള്ളാഹു പേര് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുത്ത ഒരു ഉസ്താദാണത്. ഖലീഫ ഫില്ലാറിൽ, അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള പ്രതിനിധിയാണ്. ഇപ്പം എന്താണ് പ്രതിനിധി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. ഹവ്വ, ആദ നബി അലൈഹി ഇസ്ലാമിൻ്റെ വൈഫിൻ്റെ പേര് ഹവ്വ ബീബിയാണ്. അപ്പോൾ ഇതിൽ എളുപ്പമുള്ള ഏതെങ്കിലും ഒന്ന് ഇതിന് ഒരു 3-4 പോയിന്റ് പഠിച്ച് വെക്കുക. അത് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്താക്കുക, ശരിയായ രീതിയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്താക്കുക, എഴുതി വെക്കണം കേട്ടോ. സുജൂദുൽ മലായിക്ക, മലക്കുകളെല്ലാവരും സുജൂദ് ചെയ്ത നബിയാണ് ആദ നബി അലൈഹി ഇസ്ലാം. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ആദ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ എല്ലാം പരമാവധി എന്താക്കുക, കഴിയുന്ന പരമാവധി എല്ലാം പഠിച്ചു വെക്കുക. എല്ലാം പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു 4 എളുപ്പമുള്ള ഒരു 4 എന്താക്കുക, നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ ആദ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ എഴുതാം. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള നമ്മൾ ഹവ്വ ബീവിൻ്റെ പേര് ഇവിടെ എഴുതിയാൽ മതി. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 2 ബനൽ കഅബ നിർമ്മിച്ചു. ഖലീലുള്ള, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഈ 2 വിശേഷണങ്ങളും ഈ 2 പ്രത്യേകതകളുള്ള ഒരു നബിയുണ്ട്. ആ നബീൻ്റെ പേര് ഇവിടെ എഴുതാം. ഇത് നബി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. പേജ് നമ്പർ 71 ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഉണ്ടോ, ഈ പേര് പഠിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബനൽ കഅബ നിർമ്മിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യമാരുടെ പേര് സാറ റളിയല്ലാഹു അൻഹ, വഹാജർ റളിയല്ലാഹു അൻഹ. പിന്നെ നജ മിന നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നരകത്തിൽ നിന്ന് പറഞ്ഞാൽ അഗ്നികുണ്ഡം, അതായത് നമ്രൂദ് എന്ന രാജാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കത്തിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള അഗ്നികുണ്ഡത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ശത്രുക്കൾ എറിഞ്ഞപ്പോൾ ആ നാറിൽ നിന്ന്, ആ നരകാഗ്നിയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി അല്ലേ. ഹാജറ ഇലൽ മക്ക, മക്കയിലേക്ക് ഹിജറ പോയി. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനെ, തൻ്റെ ഭാര്യ ഹാജറ ബീവിയെയും എവിടെ കൊണ്ടാക്കി, മക്കയിലേക്ക് കൊണ്ടാക്കി. പിന്നെ നമ്രൂദ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ശത്രുവായിട്ടുള്ള ഒരു രാജാവായിരുന്നു നമ്രൂദ്. ഉളഹിയത്ത് എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ആടിനെയും മാടിനെയൊക്കെ നമ്മൾ ബലിയറുക്കലുണ്ടല്ലോ, ഉളഹിയത്ത് അറുക്കലുണ്ട് അല്ലേ. അപ്പോൾ പോത്തിനെയൊക്കെ അറുക്കുന്നത് കാണലില്ല, അതിനാണ് ഉളഹിയത്ത് എന്ന് പറയും, ബലിയറുക്കൽ. അപ്പോൾ ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. ഖലീലുള്ള, അള്ളാഹുവിൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. കാരണം എന്താ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് അള്ളാഹു വിധേയനാക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വളരെ ക്ഷമയോട് കൂടിയിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹ് എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആളെന്നുള്ള രീതിയിൽ ഖലീലുള്ള എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബീൻ്റെ മക്കളാണ്. അപ്പം ഇബ്രാഹിം നബി അലൈഹി ഇതുപോലുള്ള ഓരോ നബിമാരെ കുറിച്ചിട്ടും ഓരോ പേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അവസാന ഭാഗത്തു നിന്നാണ് പോർഷൻ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അവസാന ഭാഗത്തുള്ള നബിമാരെ കുറിച്ചിട്ട്, അതായത് കഴിഞ്ഞ മിഡ് ടൈം എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങൾ
ആ പാഠഭാഗങ്ങളിൽ പറയപ്പെട്ട നബിമാരെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടും ഡീപ്പായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ളത് കേട്ടോ. ഇനി അടുത്തത് 3, പിന്നെ റുഫിഅ ഇലസ്സമ തക്കല്ലമ ഫിൽമ. റുഫിഅ ഇലസ്സമ എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ട നബി. തക്കല്ലമ ഫിൽമഹദ് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച നബി. അതാരാണ്? ഈസ നബി അലൈഹി ഇസ്ലാം. പേജ് നമ്പർ 59 ഈ പേജിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പേജിലുള്ള ഈസ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താക്കാം നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ക്വസ്റ്റ്യന് നെഖ്താർ ഷാദ എന്നാണ്. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടതിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ജിബ്രീൽ അലൈഹി ഇസ്ലാം, മുൻകർ അലൈഹി ഇസ്ലാം, നക്കീർ അലൈഹി ഇസ്ലാം ഇവരൊക്കെ മലക്കുകളാണ് അല്ലേ. മൂസ അലൈഹി ഇസ്ലാം ഒരു നബിയാണ്. അപ്പോൾ ഈ മലക്കുകളിൽ ഒരു നബി മാത്രമാണ് എന്താണ് ഒറ്റപ്പെട്ടിട്ടുള്ളത്. ബാക്കി എല്ലാവരും മലക്കാണ്. ഇത് മാത്രമാണ് ഗ്രൂപ്പിൽ പെടാത്തത്. അപ്പോൾ ഈ നബി മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് ടിക്കറ്റ്. അപ്പം മലക്കുകളെ പറ്റിയിട്ട് നമ്മൾ എന്താക്കുക പഠിക്കണം. പേജ് നമ്പർ 43 പിന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്താണ് ഇത് ഡ്യൂട്ടിയാണ്. ഓരോ മലക്കിനും അല്ലാഹു തആല കൊടുത്ത ഡ്യൂട്ടീസാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇബ്ലാഗുൽ വഹി എത്തിച്ചു കൊടുക്കലാണ് ഡ്യൂട്ടി. മീകായിൽ അലൈഹി ഇസ്ലാം ഇൻസാലുൽ മത്തറും ഇൻബാത്തുൻ നബാത്തും സസ്യങ്ങളെ മുളപ്പിക്കുക, മഴ വർഷിക്കുക, അതുപോലുള്ള ജോലികളാണ്. ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമിനുള്ളത് അന്നഫ്ഖു ഫിസ്സൂരി യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൂർ എന്ന കാലത്തിൽ ഊതലാണ്. അസ്റായിൽ അലൈഹി ഇസ്ലാമിന് ഖബ്ദുൽ അർവാഹ് റൂഹിനെ പിടിക്കൽ. മുൻകർ നക്കീർ അലൈഹി ഇസ്ലാമിന് മഹാസബത്തുൽ മർഇ ഫിൽ ഖബ്രിഹി, ഖബറിൽ മനുഷ്യന്മാരെന്താക്കുക ചോദ്യം ചെയ്യും. റഖീബ് അതീദ് അലൈഹി മലക്കുകൾക്ക് കിതാബുൽ അഅ്മാലിൽ ബശർ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എഴുതി വെക്കൽ. മാലിക് അലൈഹി ഇസ്ലാം ഖാസിൻ ബാബിന്നാർ നരകത്തിൻ്റെ കാവൽക്കാരനാണ്. റിദ്വാൻ അലൈഹി ഇസ്ലാം ഖാസിൻ ബാബിൽ ജന്ന സ്വർഗത്തിൻ്റെ കാവൽക്കാരനാണ്. ഓക്കെ, അപ്പോൾ മലക്കുകളുടെ പേര് നമ്മൾ മനസ്സിലാക്കി വെക്കാം. അതുപോലെ കിതാബിൽ പറയപ്പെട്ട എല്ലാ നബിമാരും പേര് മനസ്സിലാക്കിയത് വേറെ തന്നെ എന്താക്കണം നമ്മൾ പട്ടികപ്പെടുത്തിയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് സബൂർ, ഖുർആൻ, ഇഞ്ചീൽ. ഇത് 3 കിതാബുകളുടെ പേരാണ്, അള്ളാഹുവിൻ്റെ കിതാബുകളുടെ പേരാണ്. പിന്നെ പറയുന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ കിതാബിൻ്റെ പേരല്ല. അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെയാണ് ഹദീസ് എന്ന് പറയുക. ഇപ്പോൾ കിതാബുകളുടെ പേര് നമ്മൾ പേജ് നമ്പർ 44 പഠിക്കുന്നുണ്ട്. കണ്ടോ, മുഹമ്മദ് നബി അലൈഹി ഇസ്ലാമിന് ഖുർആനുൽ കരീം, ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് സബൂർ, മൂസ അലൈഹി ഇസ്ലാമിന് തൗറാത്ത്. ഇതൊക്കെ എന്താക്കാം നമ്മൾ പഠിച്ചു വെക്കട്ടോ. പിന്നെ ഇതുപോലെ ഇവിടെ നബിമാരുടെ പേര് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം, ഇസ്സാ അലൈഹി ഇസ്ലാം, ദാവൂദ് അലൈഹി ഇസ്ലാം, മൂസ അലൈഹി ഇസ്ലാം, ഇബ്രാഹിം അലൈഹി ഇസ്ലാം, നൂഹ് അലൈഹി ഇസ്ലാം, ആദം നബി അലൈഹി ഇസ്ലാം. ഇതെന്താക്കാം പഠിച്ചു വെക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 3 ളുഹുർ, അസ്ർ, സുബഹ്, ഇഷാ. ഇത് 4 നിസ്കാരങ്ങളുടെ പേരാണ്. പക്ഷെ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൽ ളുഹറിന് 4 റക്കാത്താണ്, അസ്ർ 4 റക്കാത്താണ്, ഇഷാ 4 റക്കാത്താണ്, സുബഹിന് മാത്രമാണ് 2 റക്കാത്ത്. അപ്പോൾ ഇതാണ് സുബ്ഹാണ് ഇവിടെ ഒറ്റപ്പെട്ടിട്ടുള്ളത്. പേജ് നമ്പർ 54 ഈ നിസ്കാരങ്ങളുടെ റക്കാത്തിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ റക്കാത്ത് ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇഷാ 4, സുബ്ഹ് 2. അതേപോലെ ഇവിടെയുള്ള നിയ്യത്തും നമ്മൾ എന്താക്കാൻ പഠിച്ചേക്കാം കേട്ടോ. നിയ്യത്തും ചോദിക്കും. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യന് അസ്രാഈൽ, ആദം, നൂഹ്, ഇബ്രാഹിം. അപ്പോൾ ഇതിൽ അസ്രായിൽ എന്നുള്ളത് മലക്കിൻ്റെ പേരാണ്, നമ്മൾ പഠിച്ചു. ആദം നബി അലൈഹി സ്വലാം, നൂഹ് അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇതൊക്കെ എന്താണ് നബിമാരുടെ പേരാണ്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ടത് അസ്രായിൽ അലൈഹി സ്വലാം. ഇനി അടുത്തത് 5ാമത്തത് അത്താരിഖ്. ഇതൊരു സൂറത്തിൻ്റെ പേരാണ്, അല്ല അതാണ്. ഇതിൻ്റെ അർത്ഥം ബാങ്ക് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഫജർ എന്നാണ് സൂറത്തിൻ്റെ പേരാണ്. നാസ് സൂറത്തിൻ്റെ പേരാണ്. ഇതിൽ സൂറത്തിൻ്റെ പേരല്ലാത്തത് അല്ല അതാണ് മാത്രമാണ്. ഓക്കെ, അതൊക്കെ കാര്യം മനസ്സിലാക്കി വെക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മുലാഹിൽ വനക്കുമിൽ അസ്മാൽ ഹുസ്ന എഴുതാനാണ്. നമ്മൾ പഠിച്ച അസ്മാൽ ഹുസ്ന നമ്മൾ 10-15ഓളം അസ്മാൽ ഹുസ്ന നമ്മൾ എന്താക്കുന്നുണ്ട്, ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഇപ്പം പരമാവധി എല്ലാം പഠിക്കുക, എഴുതാനും പഠിക്കുക. ഒരു 5 നിർബന്ധമായിട്ടും എഴുതിയിട്ടും എഴുതിയിട്ട് കാണാതെ എഴുതിയിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ നുലാഹിൽ വനുറത്തിബ്,
ഇത് നമ്മൾ ഒതു എടുക്കുന്നതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ്. പേജ് നമ്പർ 47 ഈ ദിക്ർ പിന്നെ നമ്മൾ റിവിഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്, IPS എന്ന് പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഇതാണ് ആ ദിക്ർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറാ. ഓക്കെ, ആ ദിക്റാണ്. അപ്പോൾ അത് എന്താക്കുക, കറക്റ്റാക്കിയിട്ട് നമ്മൾ എന്താക്കുക പഠിക്കാം. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താക്കുക നമ്മൾ നല്ലോണം വായിച്ച് മനസ്സിലാക്കി വെക്കാം. പിന്നെ അതൊക്കെ സ്ട്രക്ചർ ക്രമീകരിക്കാനുണ്ടാവും. ഇനി റിട്ടേൺ എക്സാം കഴിഞ്ഞു, ഇനി ഓറൽ എക്സാമാണ്. ഓറൽ എക്സാമിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഇഖാമത്ത്, നമ്മൾ നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കേണ്ട ഇഖാമത്ത് എന്താക്കണം, നമ്മൾ കാണാതെ ചൊല്ലിക്കൊടുക്കണം. ഇവിടെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് ചൊല്ലിക്കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 2 മനസ്സിലാക്കിയേക്കാം. ഇഖാമത്ത് പേജ് നമ്പർ 52 നമ്മൾ പഠിക്കുന്നുണ്ട്. ഇഖാമത്ത് ബാങ്ക്, ചിലപ്പോൾ ഈ പ്രാവശ്യം ബാങ്കായിരിക്കും ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് ചെയ്യാം. നമ്മളെന്തായാലും സ്കൂളിൽ നിന്നൊക്കെ നിസ്കാരം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിഷയം ഉണ്ടാവില്ല. ഓരോരുത്തർ ഇഖാമത്തും ബാങ്കും ഡെയിലി ചൊല്ലുന്നതല്ല. അപ്പോൾ മനസ്സിലാക്കുക, ഇതാണ് ഇഖാമത്ത്, അല്ല അതാണ് ബാങ്ക്. ഓക്കെ, അത് ബാങ്കിന് ഇഖാമത്തിന് ശേഷമുള്ള ദുആ ആണ്. അപ്പോൾ അത് പഠിക്കുക. ചിലപ്പോൾ ഹിഫ്ളിൽ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻഷാല്ലാഹ് എന്തായാലും കഴിഞ്ഞ കൊല്ലം നമുക്ക് ചോദിച്ച് നോക്കാം. ഈ നിയ്യത്തുൽ ളുഹ്റാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നിയ്യത്തുൽ ളുഹ്ർ എന്ന് പറയുമ്പോൾ പിന്നെ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച മാതിരി ആയിരിക്കില്ല. ഈ പ്രാവശ്യം ചിലപ്പോൾ ഇഷാൻ്റെ നിയ്യത്ത് ചോദിക്കും, അസറിൻ്റെ മഗ്‌രിബിൻ്റെ സുബഹിൻ്റെ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തൊക്കെ മനസ്സിലാക്കി. നിയ്യത്ത് 5 എണ്ണം നമ്മൾ നോട്ടിൽ എഴുതിയിട്ട് പഠിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നെത്ലു വനസ്തഹ്സിനു, അടുത്ത ക്വസ്റ്റ്യൻ. നെത്ലു വനസ്തഹ്സിനു നല്ല മനോഹരമായിട്ട് ഓതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയിട്ടാണ് ഓതേണ്ടത്. പൊതുവാക്കി കൊടുക്കണം നമ്മുടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നോക്കിയിട്ട് ഓതിക്കെടുക്കാം. 1 നാസിആത്ത്, അലഖ മുതൽ അബ്സാറു ഖാശിഅ, സൂറത്ത് നാസിആത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് സൂറത്ത് അബസയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറയപ്പെട്ട ആയത്ത് വരെ നമ്മൾ എന്താക്കണം, ഓതി കൊടുക്കണം. ഇത് കാണാതെ ചൊല്ലേണ്ടതാണ്, നുക്മിൽ പൂർത്തിയാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അൽ ഇസ്ലാമു അൻ തഷ്ഹദു എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. ബാക്കി നമ്മളെ ചൊല്ലിക്കൊടുക്കും. ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 ചൊല്ലിക്കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഇതേപോലെ പല ക്വസ്റ്റ്യൻസും ചോദിക്കും. എന്തായാലും ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. പേജ് നമ്പർ 46 ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കാണാം. അൽ ഇസ്ലാമു അൻ തഷ്ഹദ് അൻ, ഇവിടെ കാണുന്നുണ്ട് നമ്മൾ. അൽ ഇസ്ലാമു അൻ തഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വതഖീമു സ്സലാത്ത വതുതിയ സകാത്ത് വതസൂമ റമളാന വതഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇതാണ് ഇതിൻ്റെ ഉത്തരം. നല്ലോണം ചൊല്ലി പഠിക്കാം. രണ്ടാമത്തത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹുസ്നിൽ ഇസ്ലാം, അതിൻ്റെ ഉത്തരം അതേ പേജിൽ തന്നെ ഉണ്ട്. മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഓക്കെ, ഇതാണ് ഹദീസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് 3 ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പേജ് നമ്പർ 68. കഴിഞ്ഞ IPS നമ്മൾ പഠിച്ചതാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് പേജ് നമ്പർ 68 ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. പിന്നെ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസീബത്തിൻ തുസീബു, പേജ് നമ്പർ 67. മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമു ഇല്ലാ കഫറല്ലാഹു അൻഹു ബിഹാ ഹത്താ ശൗകത്തി യുശാഖുഹാ. അപ്പോൾ അതൊക്കെ നമ്മൾ അർത്ഥ സഹിതം പഠിച്ചതാണല്ലോ. പിന്നെ 5 റബ്ബനാ ലക്കൽ ഹംദു മിൽഅ, ഇത് നിസ്കാരത്തിലുള്ള ഒരു ദിക്റാണ്. റബ്ബനാ ലക്കൽ ഹംദു മിൽഅ അസ്സമാവാത്തി എന്ന് നമ്മൾ പഠിച്ചില്ലേ. അതിൻ്റെ പേജ് നമ്പർ 55 ഒക്കെ കാണിക്കാം. ഈ കണ്ടോ, ഇവിടെ കാണാം. റബ്ബനാ ലക്കൽ ഹംദു മിൽഅ അസ്സമാവാത്തി മിൽഅ അൽ അർദ്. ഇത് നിങ്ങൾ പഠിച്ചത് മാത്രം എന്താക്കിയാൽ മതി, എഴുതിയാൽ മതി. പിന്നെ ഹിഫ്ളാണ് ചോദിക്കുന്നത്. നതദക്കർ വനക്കുമിൽ, ഇതൊക്കെ എന്താക്കാം എന്നുള്ളതാണ്, കാണാതെ ചൊല്ലിക്കൊടുക്കാനുള്ളതാണ്. സൂറത്തുൽ ബയ്യിന
പിന്നെ സൂറത്ത് താരിഖിൽ 8 ആയത്ത്, സൂറത്തുൽ ഫജറിൽ 10 ആയത്ത്. പിന്നെയും ഹിഫ്ള് തന്നെയാണ്. നതദക്കറു നൻഷദു, കവിതകൾ ചൊല്ലിക്കൊടുക്കുക. നബീന നബീന എന്നുള്ള കവിതകൾ, നവ്വിറുൽ ഖുലൂബ എന്നുള്ള കവിതകൾ, ഇതിൻ്റെയൊക്കെ ഓഡിയോ ക്ലിപ്സ് പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവും. നിങ്ങൾക്കത് കേൾപ്പിച്ച് തന്നിട്ടൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതെന്താക്കുക, കേട്ട് എന്താക്കുക, ചൊല്ലി പഠിക്കുക. ഓക്കെ, എന്നാൽ ഇപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഹിഫ്ളുൽ ഇസ്ലാമിൻ്റെത്. നല്ല രീതിയിൽ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു മോഡൽ മാത്രമാണ്. ഈ മോഡൽ വെച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരാൻ സാധ്യത ഉള്ളതെന്നുള്ളത്. അതെന്താക്കുക, കണ്ടുപിടിച്ചിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ.